മനുഷ്യൻ ചെയ്ത പാപത്തിന് എന്തുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് പരിഹാരം ചെയ്യുന്നു? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവത്തിന് ഇപ്രകാരം ഇങ്ങനെ മനുഷ്യന്റെ പാപമെല്ലാം തീർന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിവാക്കി വിട്ടുകൂടാ? എന്തുകൊണ്ട് ദൈവം ഇറങ്ങി വന്നുകൊണ്ട്, മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ട്, കുരിശിൽ മരിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്തു? അതിനുള്ള ഉത്തരം നമുക്ക് തന്നെ പലപ്പോഴും ഈ ഒരു വചന വിചിന്തനത്തിലൂടെ കിട്ടിയിട്ടുള്ളതാണ്. എങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ആരാണ്? മനുഷ്യൻ തന്നെയാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പരിഹാരം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം, ആദത്തിന്റെ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ ദൈവത്തെ പോലെയല്ല. ദൈവത്തെ പോലെ സർവവ്യാപി പ്രതാപവാനും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്രകാരമുള്ള ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് നമ്മെ പോലെ തന്നെ തന്റെ പുത്രനെ അയച്ചുകൊണ്ട്, മനുഷ്യനായി പുത്രൻ തീർന്നുകൊണ്ട്, ആ പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് പാപപരിഹാരം ചെയ്യുന്നു. നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചുകൊണ്ട് പാപപരിഹാരം ചെയ്യുന്നു. മനുഷ്യനായി തന്നെ മനുഷ്യന് വേണ്ടിയിട്ട് പാപപരിഹാര ബലി നടത്തുന്ന ക്രിസ്തുവിനെയാണ് നാം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തില് നാം രാവിലെ മുതൽ കുരിശിന്റെ വഴിയിലൂടെയൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് മരിക്കുന്നു. മനുഷ്യൻ മനുഷ്യന് വേണ്ടിയിട്ട് മരിക്കുന്നു. ദൈവമായിരുന്ന വ്യക്തി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി മരിക്കുന്നു.